സുനന്ദ വീട്ടിലേക്കായിരിക്കും. അതെ, അച്ഛന് തീരെ സുഖമില്ലെന്ന് ചിറ്റമ്മ വിളിച്ചു പറഞ്ഞു. ഗോപാലട്ടൻ എവിടെ പോയിട്ട് വരുന്നു? തൊഴിലാളികളുടെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺട്രാക്ടുകൾ ഏറ്റെടുത്ത് നടത്താനാണ് പരിപാടി. ഐ സീ. അതിനുവേണ്ടി ചീഫ് എഞ്ചിനീയർ ഒന്ന് കാണാൻ പോയതാ. ഞങ്ങൾക്ക് കോൺട്രാക്ട് കിട്ടിയാൽ അച്ഛൻ ബുദ്ധിമുട്ടിലാകും. ഏയ്, അങ്ങനെ വല്ലതും ഉണ്ടോ? ലോകത്തുണ്ടാവുന്ന മാറ്റങ്ങൾ എല്ലാവരും മനസ്സിലാക്കണ്ടേ? ഈ പെൺകുട്ടി എത്രമാത്രം മാറിയിരിക്കുന്നു. പുതിയ സാഹചര്യങ്ങൾ അവളെ സംസ്കാര സമ്പന്നയാക്കി. ആ ദാസുമായി താരതമ്യപ്പെടുത്തുമ്പോ ഗോപാലട്ടൻ എത്ര നല്ല മനുഷ്യനാണ്. ഉറക്കം വരുന്നെങ്കിൽ സീറ്റിൽ ചാരിക്കണം തുടങ്ങിക്കൊള്ളൂ. ഏയ്, എനിക്ക് ഉറക്കം വരുന്നില്ല. അതെ, മോളെ മുറിയിലേക്ക് വിളിക്കോ. അച്ഛൻ ഇവരുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം. ഭവാനി, അവളെ വിളിച്ചോണ്ടു. വാങ്ങോളെ. ഇത്രയും കാലമായി കമ്പനിയായിട്ടുള്ള ഇടപാടുകളിൽ ഞാൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഈ അവസരത്തിൽ എന്നെ അവമാനിക്കരുത്. ഞാൻ കമ്പനിയുടെ പ്രതിനിധി മാത്രമാണ്. എന്ത് ചെയ്യാൻ കഴിയും? ഐ എം ഹെൽപ്ലെസ്. എന്താ ചുറ്റും ഇതെല്ലാം? ബസ് സ്റ്റാൻഡിൽ എന്താ കാർ അയക്കാഞ്ഞത്? കാർ ഇവിടെ ഇല്ല മോളെ. എവിടെ പോയി? എല്ലാം പറയാം, നീ വാ. ഈ സമയത്ത് തന്നെ നീ ഇവിടെ വരുമെന്ന് കരുതിയില്ല മോളെ. ആ പോലീസുകാർ എന്തിനാ വന്നിരിക്കുന്നറിയാമോ? എന്തിനാ ചിറ്റമ്മേ? നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ. അതെ മോളെ, ബില്ല് മാറുമെന്ന് വിചാരിച്ച് ഷായാൻ കമ്പനിക്ക് അച്ഛൻ 2 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു. ബില്ല് മാറിയില്ല. അവർ കേസ് കൊടുത്തു. കള്ളച്ചെക്ക് കൊടുത്തെന്ന്. അതെന്താ ബില്ല് മാറാത്തത്? എഞ്ചിനീയർ ദാസ് നമുക്ക് അനുകൂലമല്ല മോളെ. ആ ബ്ലഡി റാസ്കൽ നമ്മളെ ചതിക്കുകയാണെന്ന് അച്ഛൻ ചീഫ് എഞ്ചിനീയറോട് പറയാത്തെന്ത്? മോളെ, അയാളൊരു ചെകുത്താനാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. എന്റെ ഒപ്പ് വാങ്ങാൻ അച്ഛനാണോ അയാളെ അങ്ങോട്ട് അയച്ചത്? തിരുവനന്തപുരത്ത് വരുമ്പോ നിന്നെ കണ്ട് ഒപ്പ് വാങ്ങിക്കൊള്ളാമെന്ന് അയാളാണ് അച്ഛനോട് പറഞ്ഞത്. എന്തുണ്ടായി മോളെ? ചിറ്റമ്മേ, അയാൾക്ക് എന്റെ ഒപ്പായിരുന്നില്ല ആവശ്യം. മോളെ, ആ മൃഗം എന്നെ കടന്നു പിടിച്ചു. ഞാൻ അയാളുടെ കവിളിലടിച്ചു. അച്ഛനെ ഓർത്താണ് ഞാൻ ക്ഷമിച്ചത്. മോളെ, നമ്മളിനി എന്ത് ചെയ്യും ചിറ്റമ്മേ? മോൾ എന്തിനാ കരയുന്നത്? വിധിവിഹിതമേവനും ലംഘിച്ചുകൂടുമോ എന്ന് കേട്ടിട്ടില്ലേ? അവര് പോയോ? പോയി. കാറും ആഭരണങ്ങളും വിറ്റ് കടം ഉടനെ അടയ്ക്കാൻ ഏർപ്പാട് ചെയ്തു. അച്ഛാ, മോളെ, അച്ഛനെ പരമദുഷ്ടനെ സ്നേഹിച്ചു, വിശ്വസിച്ചു, കാലത്തിന് ഒപ്പിച്ച് തുള്ളി. അതിന്റെ ഫലമാണ് ഇതൊക്കെ. അച്ഛാ, എനിക്ക് ആ എഞ്ചിനീയറെ ഒന്ന് കാണണം. അയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയണം. വേണ്ട, അവനെ കാണും നീ പോകണ്ട. നേരാ മോളെ, മോള് പോകണ്ട. ഇല്ലച്ചാ, മകനും മകളുമായി അച്ഛനും ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അച്ഛനിങ്ങനെ തകരാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, വല്ലാത്തൊരു വേദന. അയ്യോ, ഡോക്ടറെ വിളിപ്പിക്കട്ടെ? വേണ്ട, കുടിക്കാൻ എന്തെങ്കിലും തരൂ. അയ്യോ, എന്താ കാണിക്കുന്നത്? നാണപ്പൻ ചേട്ടനങ്ങനെ വന്ന് കണ്ടാലുണ്ടല്ലോ. കണ്ടാലും മിണ്ടാതെ പോയിക്കോളും. അവൻ അറിയാൻ വേണ്ടി അവൻ വെറും ഡ്യൂപ്പാണെന്ന്. പിന്നെ ഗോപാല ജാമ്യത്തിലിറങ്ങി. കേസ് അന്വേഷണത്തിന് വരുമ്പം ഞാനെങ്ങാനും കുഴപ്പത്തിലാവോ? നിനക്കെന്ത് കുഴപ്പം വരാനാടി? നീ ഗ്രനേഡ് ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. എന്നാലും നിക്കക്കള്ളിയില്ലാതെ വരുമ്പം ആരെങ്കിലും കയറി പറഞ്ഞാലോ? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടി, നിനക്ക് ഞാനുണ്ട്. ഇങ്ങനെ പറഞ്ഞാ മതി. ഒരു കോന്തനെ ഭർത്താവായിട്ട് പിടിച്ചു വന്നിട്ടുമുണ്ട്. എന്താ ഒരു വീട് വെച്ച് തരാൻ പറഞ്ഞിട്ട്? നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരും. ഞാൻ വന്നു തോന്നിയകത്ത് പോ.
യെസ്, കം ഇൻ. സുനന്ദയോ? കോളേജിൽ നിന്ന് വന്നു. ഇന്ന് ഇങ്ങോട്ട് വന്നത്? നിങ്ങളെ ഒന്ന് കാണാൻ. ആ, നിങ്ങൾ എന്താ എന്റെ അച്ഛന്റെ ബില്ലിൽ ഒപ്പിടാത്തത്? അദ്ദേഹം നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? നിങ്ങൾ വിചാരിച്ചാലേ അച്ഛന് പണം കിട്ടൂ. കടം വീട്ടാൻ നോക്കൂ. ഞാൻ മാത്രമല്ല, നീയും വിചാരിക്കണം. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണം. മനസ്സിലായില്ല. നിനക്കെന്നെ ഒന്ന് സ്നേഹിച്ചുകൂടി? ഞാൻ എന്റെ കുഷ്ഠരോഗിയാണ്. അത് കാട്ടുപറയും. ഓഹോ, ഇതാണോ കാര്യം? അതെന്താ അത്ര നിസ്സാരമാക്കി കളഞ്ഞത്? ഞാൻ ആശിച്ചതെല്ലാം ഇന്നേവരെ സാധിച്ചിട്ടുണ്ട്. നീ എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി. ഇപ്പൊ മനസ്സിലായി. നിന്റെ അച്ഛന്റെ ബില്ല് മാറണമെങ്കിൽ നിന്നെ എനിക്ക് കിട്ടണം. നീ എന്റെ കരണത്തടിച്ചു. ആ നൊമ്പരം ഇന്നും എന്റെ മനസ്സിൽ നിൽക്കുകയാണ്. ഒന്നുമല്ലെങ്കിൽ നീ സ്ത്രീയല്ലേ? അതെ, പക്ഷേ സ്ത്രീകളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എന്റെ അച്ഛനും ഞാനും റോട്ടിലിറങ്ങി തെണ്ടുമായിരിക്കും. എന്നാലും എന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് സ്വപ്നം കാണണ്ട. സുനന്ദേ, നിന്റെ അച്ഛന്റെ ജീവൻ ഇന്ന് എന്റെ കയ്യിലാണ്. അതെ, രണ്ടുപേർ കൊല്ലപ്പെട്ട ബോംബ് കേസിൽ ഒന്നാം പ്രതിയാണ് നിന്റെ അച്ഛൻ. ഞാൻ വിചാരിച്ചാൽ ഇന്ന് അയാളുടെ കയ്യിൽ വിലങ്ങ് വീഴും. നാളെ തൂക്കുമരത്തിൽ കയറും. ദാസ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? വിശ്വാസമില്ലേ? നിന്റെ അച്ഛൻ ബോംബ് കൊടുത്തയച്ച ആൾ ഇവിടെ ഉണ്ട്. നിന്റെ വേലക്കാരന്റെ ഭാര്യ പൊന്നമ്മ. നടന്നത് എന്താണെന്ന് നേരിട്ടവൾ നിന്നോട് പറയും. പൊന്നമ്മേ. അയ്യോ വേണ്ട, അവരെ വിളിക്കണ്ട. അപ്പോ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമുണ്ട് അല്ലേ? അല്ലെങ്കിൽ നിന്റെ അച്ഛനോട് ഒന്ന് ചോദിച്ചു നോക്ക്. വേണ്ട, ആരോടും ചോദിക്കണ്ട. ദയവായി അങ്ങ് എന്റെ അച്ഛനെ രക്ഷിക്കണം. അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? അതിന് പ്രതിഫലമായി എന്റെ ഈ ശരീരം മതിയെങ്കിൽ എടുത്തോളൂ. ഛേ, ഒരു നിമിഷത്തേക്ക് മാത്രമായി എനിക്കതെന്തിന്? കിട്ടുന്നെങ്കിൽ ഒരായുഷ്കാലം മുഴുവൻ എനിക്കത് വേണം. യെസ്, ഐ വാണ്ട് ടു മാരി യു. നീ എന്റെ ഭാര്യയാകണം. വിഷമിക്കണ്ട, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. നീ പഠിച്ചവളല്ലേ? 2 ദിവസത്തിനകം മറുപടി പറഞ്ഞാൽ മതി. 48 hours. യു അണ്ടർസ്റ്റാൻഡ്? പോയിക്കോളൂ.